താങ്കളോട് എന്തോ ചോദിക്കാൻ വേണ്ടി ഒരാൾ വെമ്പി നിപ്പുണ്ട്. വരട്ടെ വരട്ടെ വരട്ടെ. വിദ്യാർത്ഥി ജീവിതം മുതൽ തന്നെ ശ്രീ പി സി ജോർജ് എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. എന്നെ കാണുമ്പോഴല്ല എപ്പോഴും മനസാക്ഷി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ പരസ്പരം രാഷ്ട്രീയ കാര്യങ്ങൾ ആ രണ്ടു വശത്ത് നിൽക്കുമ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. എനിക്കൊക്കെ പി സി ജോർജിനെ കുറിച്ച് കാണുന്ന ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു കാലത്ത് ശക്തമായി എതിർക്കുന്ന ആളുകളെ പിന്നീട് ശക്തമായി അനുകൂലിക്കുകയും ഒരു കാലത്ത് അനുകൂലിച്ചിരുന്ന ആളുകളെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കെ എം മാണി, പി ജെ ജോസഫ്, വി എസ് അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി എന്ന് വേണ്ട ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഇതിന് കാരണം എന്താണ്? അതിന് കാരണമാണ് പി സി ജോർജ് താങ്കളുടെ സ്വഭാവത്തിൻ്റെ എന്താ പറയുക ഒരു വിരോധാഭാസത്തെ കുറിച്ചാണ്. അതാ പ്രശ്നം. ഞാൻ പറയാം. എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ ശത്രുതയും മിത്രത അങ്ങനെ കാട്ടണ്ട. ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ അത് സത്യമായിരിക്കും. അത് ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നു. മനസ്സിലായില്ലേ? ഉദാഹരണം ഇപ്പോൾ പറഞ്ഞ വി എസ് അച്യുതാനന്ദൻ സാഹചര്യം എനിക്കിഷ്ടമാണ്. എന്നാ തർക്കം? വയസ്സ് 90 പക്ഷേ അദ്ദേഹം ഡാറ്റാ സെൻറ്ററിൻ്റെ കച്ചവടത്തിൽ എനിക്ക് അദ്ദേഹത്തെ എതിർപ്പുണ്ടായി. പി സി ജോർജ്, ഇത് ഒരു പക്ഷേ ചെറിയാൻ ചോദിച്ച പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമാണ്. അതായത് താങ്കൾ ഇപ്പം പി ജെ ജോസഫിൻ്റെ കൂടിയായിരുന്നു താങ്കൾ. അന്ന് മാണിയെ മർദ്ദിക്കാവുന്ന രീതിയിൽ ഒക്കെ മർദ്ദിച്ചു. മർദ്ദനം ഉദ്ദേശിക്കുന്ന താങ്കളുടെ ഏറ്റവും വലിയ മർദ്ദനം എന്ന് പറയുന്നത് നാവ് കൊണ്ടുള്ള മർദ്ദനമാണല്ലോ. ബിട്ടാസി എന്ത് കേട്ടോ, അത് പറയുമ്പോൾ എൻ്റെ സങ്കടം. എന്താ സങ്കടപ്പെടുന്നത്? 1980 കല്യാണം കഴിക്കുന്നത്. 80 MLA ആണ്. 81 ജനുവരി 25 എൻ്റെ കല്യാണം. ജനുവരി 25. മാർച്ച് മാസം നിയമസഭയ്ക്കകത്ത് 9 MLA വരെ മാണി ഗ്രൂപ്പ്, ഞങ്ങൾ 6. ഞങ്ങൾ UDF, മാണി ഗ്രൂപ്പ് പ്രതിപക്ഷം, ഭരണകക്ഷി, നയനാർ മുഖ്യമന്ത്രി. മാണി ഗ്രൂപ്പിൻ്റെ MLA ആയിട്ട് പറയുകയാണ്. കാത്തിരുന്നത് ഒരു ബോംബായിരുന്നു. എന്നാ ബോംബ്? അത് എനിക്കിത് ബോംബല്ല, ചുമ്മാ ഓലപ്പടക്കമായിട്ട് ഞാൻ കൂട്ടി. പക്ഷേ കേട്ടോർ ഭയങ്കരമായി. ഒരു സ്ത്രീ വന്നിരിക്കുകയാണ്. സ്ത്രീ അവിടെ വന്നിട്ടില്ല. സ്ത്രീ പാലാ കോടതി കൊണ്ട് മജിസ്ട്രേറ്റ് കോടതി കേസ് കൊടുത്തിരിക്കുകയാണ്. മെയിൻ്റനൻസ് 9 വയസ്സുള്ള കൊച്ചിൻ്റെ അപ്പം ഞാനാണ്. തീർന്നോ? എനിക്കന്ന് എത്ര വയസ്സുണ്ടെന്ന് കൂട്ടിക്കും? 81. പക്ഷെ അത് പിന്നെ കേരള കോൺഗ്രസ്സുകാർ മാത്രമല്ല പറഞ്ഞത്. പിന്നീട് ആണെന്ന് അണ്ടനടകൊടൊക്കെ പറയട്ടെ. 81 ഇത് സംഭവം എന്ന് ഓർക്കണം. ആ കേസിലൊന്ന് ആലോചിക്കണം. 85-86 ആയപ്പോഴാണ് വിധി വരുന്നു. ഒന്ന് ആലോചിക്കണം. ആ വിധിയിൽ ആ സ്ത്രീയെ ശിക്ഷിച്ചു 3000 രൂപ. കോടതിയിൽ നിന്ന് ആ സ്ത്രീ സത്യം ചെയ്ത് പറയും. ചോദ്യത്തിന് മുമ്പിൽ നിവൃത്തിയില്ലാതെ ആ സ്ത്രീ സത്യം പറഞ്ഞു. ഭർത്താവിൻ്റെ ഇടി പേടിച്ച് മടുത്തിട്ട് ഒപ്പിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല ഈ പി സി ജോർജിനെ. ആ സ്ത്രീ പറഞ്ഞു. ആ സ്ത്രീയെ 3000 രൂപ ശിക്ഷിച്ചു. പക്ഷേ ഇപ്പോഴും അതാ കുറ്റം പറയുന്നത്. അതെന്തിനുണ്ടാക്കി? ആ സ്ത്രീയെ പിന്നീട് കണ്ടോ പി സി ജോർജ്? കാണേണ്ട കാര്യമില്ല എനിക്ക്. പക്ഷെ കേട്ടോളൂ, പക്ഷെ എവിടെ പോയി കണ്ടു എന്നാരോ പറഞ്ഞല്ലോ. അതൊക്കെ ഇപ്പം മറ്റുള്ളവരായിരിക്കും പറയുന്നത്. എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ. കണ്ടോ കണ്ടില്ലയോ? കണ്ടില്ല. കാണേണ്ട കാര്യം എനിക്ക് അറിയില്ല എവിടെന്ന്. രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് നിയമസഭയ്ക്കകത്ത് ഇത് പറയുമ്പോൾ ഭരണകക്ഷി മാണിഗ്രൂപ്പിനെ സപ്പോർട്ട് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തില്ല. പ്രതിപക്ഷത്ത് ബഹുമാനപ്പെട്ട കെ കരുണാകരൻ, ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ്, ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് വേണ്ടി വാദിച്ചു. അന്ന് തീരുമാനിച്ചു പി സി ജോർജ് ശ്രീ കെ എം മാണിയുടെ കൊടൽമാല എടുത്ത് കഴുത്തിൽ അണിയുന്നു. ഇല്ല, ഞാൻ വേറൊന്നും പറഞ്ഞില്ലെന്ന്. ആ പറഞ്ഞ വാക്കുകൾ ഭയങ്കര ദിവസമില്ല തമാശയായിരുന്നു. അതവിടെ കിടക്കട്ടെ, ഇനി അത് ആവർത്തിക്കുന്നത് ശരിയല്ല. അത് കഴിഞ്ഞ് ആ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞുതരാം. കുട്ടിക്ക് മാണിയുടെ ചായ എന്നല്ലേ പറഞ്ഞു? എന്ത് പറഞ്ഞില്ല? താങ്കൾ പറയാതെ പല ചില കാര്യങ്ങൾ പി സി ജോർജ് പേടിയുണ്ടല്ലേ ഇപ്പം? അല്ല, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് കെ എം മാണിയുടെ കണ്ടും ഓലൂക്കൂസിൻ്റെ മൂക്കുമുള്ള കൊച്ചിനെ കൊണ്ടുവന്ന് അതിൻ്റെ പിതൃത്വം നിരപരാധിയായ എന്നിൽ കെട്ടിയേൽപ്പിക്കുന്നത് ശരിയാണോ? പോയിന്റ് ഓഫ് ഓർഡർ ആയിരുന്നു. താങ്കൾക്ക് ബോധ്യമുള്ള കാര്യമായിരുന്നു അത്? കളവാന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് ഞാൻ നിരപരാധിയാണ്. പോയിന്റ് ഓഫ് ഓർഡർ ചോദിക്കുകയാണ്. ഓർഡറിലാണെന്ന് പറഞ്ഞാലോ ഞാൻ നിരപരാധിയാണ്. ഓർഡർ അല്ലെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് തെറ്റ്. പിന്നെ അത് എങ്ങനെ ചോദിക്കാൻ പറ്റും എനിക്ക്? അങ്ങനെ ഒരു 1/4 മണിക്കൂർ സഭ സഭിച്ചല്ലോ. വലിയ വഴക്കായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ഇപ്പോൾ ഈ മാണി സാറുമായിട്ട് സ്നേഹത്തിലായതിനു ശേഷം മനസ്സിലാക്കിയത്, ആ കേസ് വന്നതിൽ മാണി സാർ അറിഞ്ഞായിരുന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ മാണി സാറിന് സന്തോഷം ഉണ്ടായിക്കണം. ആരാണ് പി സി ജോർജിന് ഒരു ജാരസന്ധതി ഉണ്ടെന്നും ആ കുട്ടിയുടെ
ആ സ്ത്രീയായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടെന്നും ഇതൊക്കെ അസംബ്ലി പോലുള്ള സ്ഥലത്ത് ഒരു എം എൽ എ തുറന്ന് പറയണമെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് പ്രേരകമായിരിക്കണ്ടേ? ഉണ്ട്. എൻ്റെ നാട്ടിൽ നിന്നുള്ള എന്നെ എതിർപ്പുള്ള ഞാൻ 80 തോപ്പിച്ച ഒരാളുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ജോസഫ് ഗ്രൂപ്പിൽ തന്നെ എന്നോട് വൈരാഗ്യമുള്ള ആരായിരുന്നു? ഇപ്പൊ ഒരു പക്ഷേ ഒരാൾ മരിച്ചുപോയി, അതുകൊണ്ട് പേര് പറയും. ചരിത്രത്തിന്റെ ഒരാൾ മരിച്ചുപോയി, വേറൊരാൾ ഇപ്പോൾ ദുഃഖിതരാണ്. ജീവിച്ചിരിക്കുന്ന ആളുടെ പേര് പറയാത്ത എന്താ, അദ്ദേഹം ഇപ്പോൾ ദുഃഖിതരാണ്. അന്ന് അങ്ങനെ ഒരു കള്ളക്കേസ് അതിനൊക്കെ സഹായിക്കേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ അടുത്ത് വന്ന് കുമ്പസാരിച്ചോ? അല്ല, എന്നോട് വന്ന്. പക്ഷേ അത് അടുത്ത കേസ് പറയാം. 81 അഴിമതി കേസുണ്ടായി, അതിൽ താങ്കളെ ശിക്ഷിച്ചു എന്നാണല്ലോ. അത് കേട്ടില്ല, ശിക്ഷ കേട്ടില്ല. 25 കൈക്കൂലി മേടിച്ച് ഞാൻ പാലാ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിലെ ചെമ്മനൂർ സ്കൂളിലെ നിയമനത്തിന് എന്നിട്ട് കാശ് തിരിച്ചു കൊടുത്തു. പലിശ കൊടുത്തില്ലെന്നാ കേസ്. ലോകത്ത് കൈക്കൂലിക്ക് പലിശ. ഇതൊക്കെ പറയുമ്പോഴും കേട്ടോളൂ, 87 ഞാൻ തോക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 87 ഞാൻ തോറ്റു കഴിഞ്ഞ് എന്നെ തോപ്പിച്ച് പ്രൊഫസർ എൻ എൻ ജോസഫ് നയനാർ സർക്കാർ മന്ത്രിയായി. ആ ക്യാബിനറ്റ് വന്നപ്പോൾ എൻ എൻ ജോസഫ് കൂടെ ഇരുന്നുകൊണ്ട് ആ കമ്മീഷനെ പിരിച്ചുവിട്ടു. എന്നെ കുഴപ്പമെന്ന് പറഞ്ഞ കമ്മീഷനെ. മനസ്സിലായില്ലേ? കാരണം ഒപ്പിടാതെ കൂടെ കൊടുത്ത പരാതി ഓടിക്കൊണ്ട് ചാണ്ടിയച്ച് പോയ പരാതി സ്വീകരിച്ചാണ് ആ ജഡ്ജിമാരെ പോയത്. ഞാൻ ജഡ്ജിമാരെ കോടതി വെച്ച് ജഡ്ജിമാരെ തെറി പറയാന്നുള്ളത് താങ്കളുടെ ഒരു ഹോബിയിലൊന്നാണ്. അവർ വൃത്തി കാണിച്ചത് ഇപ്പോഴും താങ്കൾ ഇതൊക്കെ ഈ രണ്ട് കാര്യം പറയുന്നുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ബാഗിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രേഖകളിൽ ഒന്ന്, താങ്കളിൽ ആരോപിക്കപ്പെട്ട ജാരസന്തതി വിവാദം ശരിയാണെന്ന് തെളിയിക്കുന്ന SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ആ കുട്ടിയുടെ പേരിൻ്റെ അച്ഛൻ്റെ പേരിൽ ഇരിക്കുന്ന ജോർജ്, 2 ഈ പറഞ്ഞ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ വിധിയുടെ പകർപ്പ്, ഈ രണ്ടും ബാഗിൽ വെച്ച് കിടക്കുന്ന കോൺഗ്രസ്സുകാരുടെ എണ്ണം ഇന്ന് ഒരുപാടുണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 1981 കേസാണല്ലോ, ഇതവിടെ നിൽക്കട്ടെ. 81 ശേഷം 82 മുതൽ 87 വരെയും 96 മുതൽ ഈ 2013 വരെയും ഞാൻ MLA ആണല്ലോ. അല്ലാത്ത കാലത്തും സ്ട്രോങ് പൊതുപ്രവർത്തനമായിട്ട് നിയമവളത്തിൽ ജീവിക്കുകയാണല്ലോ. ഒരൊറ്റ കേസ് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുമാരെ. ഈ നടക്കുന്ന കോൺഗ്രസ്സുകാരെ പറ്റി എത്ര മണിയാണ് ഇപ്പം തരാം സ്റ്റാൻഡിങ് ഓർഡർ. പക്ഷെ താങ്കൾ തന്നെ മനസ്സിലാക്കണം, താങ്കൾ തന്നെ പലരെയും വിളിച്ച് അഭ്യർത്ഥിച്ചു, ദയവ് ചെയ്തിട്ട് ആ രേഖകൾ പുറത്തു വിടരുത്. ഞാൻ ചാലഞ്ച് ചെയ്യും. എവനാ അത് പറഞ്ഞവൻ? അവനോട് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ കാണാം. അവനിങ്ങോട്ട് വിട്ടാസ് വിളി എവനാണെങ്കിലും. അവൻ്റെയൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും താങ്കൾക്കറിയാലോ അവരെ ആരാന്ന്. എനിക്കറിയില്ല. ചില കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ഈ 2 രേഖകളും ഇങ്ങനെ ഉള്ള കാര്യം താങ്കൾക്കറിയാലോ. രേഖ ഇത് ആരുടെയും വേണമെന്ന്. ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ 2001 പത്രസമ്മേളനം നടത്തിയിട്ട് ബ്ലാങ്ക് ലെറ്റർ പാഡ് ഒപ്പിട്ട് കൈ കൊടുത്തു പ്രസ് ക്ലബ് പ്രസിഡൻറ്റിൽ. ഇതുപോലെ വൃത്തികൾ പറഞ്ഞപ്പോഴാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എവനെങ്കിലും ഒരു പൈസയെങ്കിലും ഞാൻ അഴിമതിയിലൂടെ മേടിച്ചു എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞ് പ്രസ് ക്ലബ്ബിൽ വന്ന് പറയണം. നിങ്ങൾ അന്വേഷിച്ചിട്ട് ശരിയാണെങ്കിൽ ഈ എൻ്റെ ബ്ലാങ്ക് ലെറ്റർ പാഡ് സ്പീക്കർക്കുള്ള രാജിക്കത്തായിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന ഏത് കോൺഗ്രസ്സുകാരനെ കിട്ടുമോ? PC ജോർജ് ഒരു സത്യക്രിസ്ത്യാനിയാണോ?